നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധമുണ്ടല്ലോ, അത് ആർക്കു വേണ്ടിയാണെന്നും എന്തിനൊക്കെ വേണ്ടിയാണെന്നും കൃത്യമായ ബോധ്യമുണ്ട്. കൂടുതൽ പറയിപ്പിക്കരുത്. ഒഞ്ചിയത്തും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന് പറയുന്നത് CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം DYFI മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് ആണ്. ഒഞ്ചിയം ഉദ്ദേശിക്കുന്നത് TP ചന്ദ്രശേഖരൻ, എടയന്നൂർ ഉദ്ദേശിക്കുന്നത് ഷുഹൈബ് അരുംകൊല. കണ്ണൂർ പാർട്ടിയിൽ തിരുത്തലിന് ശ്രമിച്ച് പരാജയപ്പെട്ട് വേദനിച്ച് പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച മനു തോമസിന്റെ പ്രത്യയശാസ്ത്ര വേദന ഇപ്പോഴും തുടരുമ്പോൾ തന്നെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തിറക്കി വിടാൻ 2022 മുതൽ തുടങ്ങിയ ഗൂഢാലോചനയാണ്. അതിനുവേണ്ടിയുള്ള രേഖാപരമായ മുന്നൊരുക്കങ്ങൾ പ്രിസൺസ് ആക്ട്സിൽ മാറ്റം വരുത്തുക അടക്കം ചെയ്തതിന് തുടർച്ചയിലാണ് ആ സൂപ്രണ്ടിന്റെ കത്ത് എന്ന് പറയുകയാണ് പ്രതിപക്ഷം. ആ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയാൽ തീരുന്നതല്ല ആ കളങ്കം എന്നുകൂടി പറയുന്നു KK രമ പ്രതിപക്ഷം. പ്രിയ പ്രേക്ഷകർ, എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. വിപ്ലവം കൊട്ടേഷൻ പണിയിലൂടെയോ? DYFI മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ മനു തോമസിനെ ഫോണിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീമതി KK രമ MLA, ശ്രീ റോജി ജോൺ MLA, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഭാസ്കർ എന്നിവർ ചർച്ചയില്ലാതെ ഞാൻ ശ്രീമതി KK രമയിലേക്ക്. MLA, സ്പീക്കർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പാർട്ടി വൃത്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ കള്ളമാണ്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ കള്ളമാണ്, ഒന്നും ഉണ്ടായില്ല, അത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ഉണ്ടായില്ല, TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾ കൊടും കുറ്റവാളികളാണ്, അവരെ പുറത്തുവിടൽ ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ല എന്ന് MV ജയരാജൻ അടക്കം പറയുന്നുണ്ട്. അതിനിടയിൽ ഈ പറയുന്ന കത്തയച്ച അല്ലെങ്കിൽ ഈ പറയുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കമിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പക്ഷേ ഇന്ന് സബ്മിഷൻ സമർപ്പിക്കുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പ് സസ്പെൻഷൻ. തെറ്റുപറ്റിയത് നമുക്കാണോ അതോ സർക്കാരിനാണോ? KK രമ. അല്ല, ഹാഷ്മി, ഇപ്പോൾ സർക്കാരിൻ്റെ വാദങ്ങൾ കേട്ടാൽ വിചാരിക്കും നമുക്ക് എന്തോ തെറ്റ് പറ്റിപ്പോയി. ഇതിനകത്ത് നമുക്കിത് ഒരു വെളിപാടുണ്ടായിട്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയും ഈ TP കേസിലെ പ്രതികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ആ വെളിപാടിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതാണല്ലോ ഇന്ന് നിയമസഭയിലും അതുപോലെ തന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലും എല്ലാം കാര്യങ്ങൾ ഇപ്പോൾ CPM നേതാക്കന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഇങ്ങനൊരു കത്ത് പോയിട്ടില്ല, ഇങ്ങനൊരു അന്വേഷണം ഉപജാപക സംഘത്തിൻ്റെ ഉള്ള ഉദ്യോഗസ്ഥരുടെ, ജയിൽ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരാണോ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്? അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പണിയെടുക്കാൻ കഴിയുമ്പോൾ സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിശ്വാസമില്ലാതെ ഈ സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് വേണോ നമുക്ക്? എന്തൊക്കെ നാടകങ്ങളാണ് ഹാഷ്മി കേൾക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ തീരുമാനിക്കാൻ സാധിക്കുമോ? ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെ നിന്നാണ് ലീസ്റ്റ് കിട്ടുന്നത്? ഈ ലീസ്റ്റ് അവരുടെ കയ്യിൽ കിട്ടുകയാണല്ലോ. 3/6/2024 കത്ത്, സർക്കാരിൻ്റെ കത്ത് പ്രകാരവും 25/11/2022 സർക്കാർ ഉത്തരവ് പ്രകാരവുമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുള്ളത്. ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തു. അവരെ നടപടിയെടുത്തുകൊണ്ട് സർക്കാർ തൽക്കാലം തങ്ങളുടെ ഭാഗത്ത് വന്ന ഇതിനെ മറികടക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവം ആ ഉദ്യോഗസ്ഥന്മാർ ബലിയാടായി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഈ ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ബലിയാടാവാൻ പോവുകയാണ്. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കലും ഇത് എഴുതി ചേർക്കാൻ സാധിക്കില്ലല്ലോ ഹാഷ്മി. അങ്ങനെ നടക്കുമോ? എങ്ങനെയാവും? ഈ ഉത്തരവിൽ വളരെ കൃത്യമായ ഉത്തരവിൻ്റെ ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ലീസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ഉപദേശക സമിതിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും ഒക്കെ അവരുടെയൊക്കെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്തത്. ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്താൽ അവർക്കിനി മറ്റൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു, തൽക്കാലം സർക്കാർ തടിയൂരി. ഇവിടെ ഒരു ജയിൽ സൂപ്രണ്ട് നിയമവിരുദ്ധമായി ഒരു കാര്യം ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് ക്രമസമാധാനത്തിൽ ഉത്സുകരായ പോലീസ് സംഘം ഇറങ്ങി പുറപ്പെടുകയാണ് ഓരോ ദിശയിൽ, താങ്കളുടെ ഓഫീസിലേക്ക്, താങ്കളുടെ വീട്ടിലേക്ക്. അത് ചുക്ലി പോലീസ് ആവട്ടെ, പാനൂർ പോലീസ് ആവട്ടെ, ട്രൗസർ മനോജിനുള്ള പോലീസ് ആവട്ടെ. അപ്പോൾ അവർ അവർ കൃത്യനിഷ്ഠയിൽ ഒരുപാട് മുന്നിലാണ്. അപ്പോൾ കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്നൊന്നും ആരും പറയരുത് ശ്രീമതി KK രമ. ഇനി അല്ല, അതെ ഹാഷ്മി, തീർച്ചയായിട്ടും അവർ മുൻകൂട്ടി കാര്യങ്ങൾ അവർക്കെന്താ ഒരു ദിവ്യദൃഷ്ടിയുണ്ട്. ഇതൊക്കെ എടുത്ത് ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്ര മെച്ചപ്പെട്ട പോലീസ് സേനയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് സേന. ആ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് TP കേസിലെ പ്രതികളെ ഇതിന് ഉൾപ്പെടുത്തിയാൽ എന്താ നല്ലത്, അതവർ പുറത്തു വന്നാൽ നല്ലതല്ലേ, അവർ ചെയ്യാത്ത കുറ്റത്തിനല്ലേ അകത്ത് കിടക്കുന്നു എന്നൊക്കെ ആലോചന അവർ നടത്തിയിട്ട് ലീസ്റ്റ് ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. സർക്കാർ 22-ാം തീയതി നിയമസഭയിൽ പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്. 22-ാം തീയതി ഉച്ചയ്ക്ക് ജയിൽ മേധാവിയുടെ പ്രസ് റിലീസ് വരികയാണ്, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ആ 22-ാം തീയതി വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുക്കാൻ എൻ്റെ അടുത്ത് നേരിട്ട് വരികയാണ്. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇന്നലെ മറ്റൊരു പ്രതിക്ക് വേണ്ടി വീണ്ടും വിളി വരികയാണ്.
ഇതൊക്കെ സർക്കാർ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് ഇതൊന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ഈ വിവാദമായ ഒരുപക്ഷെ ഈ നോട്ടീസ് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം, നമ്മളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം, ഇത്തരത്തിലൊരു പ്രസ് റിലീസൊക്കെ നടത്തിയതിന് ശേഷം പോലീസ് മേധാവിക്ക് ആവശ്യപ്പെടാലോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിവെക്കണം, ഇനി ഇതുമായിട്ട് പോകരുത് എന്ന് പറയേണ്ട ബാധ്യത അവർക്കില്ല. അത് പറഞ്ഞോ? അല്ല, അത് പുറത്ത് പറയുന്നതല്ലേ സാർ? അത് പുറത്ത് കണ്ണിൽ ഒരു കുത്ത് പൂഴിവാരിയിടലല്ലേ? അത് കണ്ണിൽ ഒരു കുത്ത് പൂഴിവാരിയിടല. ഇതിപ്പോൾ 2018 നിർദ്ദേശം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തടവുകാർക്ക് ഇളവ് അനുവദിച്ചുകൂടാ എന്നത് 2022 മാറ്റുന്നു. അപ്പോൾ അതിലെ ആദ്യ മാനദണ്ഡം പൂർത്തിയായി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും 1/3 ഇളവ് അനുഭവിച്ച, അല്ലെങ്കിൽ തടവ് ശിക്ഷയേക്കാൾ 1/3 ഇളവ് അനുഭവിച്ചവർക്ക് ആനുകൂല്യത്തിന് അർഹതയില്ല എന്ന രണ്ടാമത്തെ കടമ്പ അത് പ്രസൻസ് ആക്ടിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാറ്റുന്നു. അതിനുശേഷം കത്ത്, അതിനുശേഷം സൂപ്രണ്ടിന്റെ ഈ തീരുമാനം. ഇത് പടിപടിയായി നടക്കുന്നതല്ലേ ശ്രീമതി കെ കെ രമ? അതല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എന്തോ പിഴവ് പറ്റി അവരെ അങ്ങ് മാറ്റിയേക്കാമെന്ന് കണ്ണിൽ പൂഴി വാരിയിടലല്ലേ? അല്ല, ഇവരുടെ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഹാഷ്മി, ഈ TP കേസിലെ പ്രതികളെ പുറത്തുവിടുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ സർക്കാർ മാറുന്നതിൻ്റെ മുന്നേ ഈ പ്രതികളെ പുറത്തുവിടാനുള്ള എല്ലാ നീക്കവും എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തും. അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് ആദ്യം അതിനകത്ത് 2018 മാറ്റം വരുത്തി 22 പുതിയൊരു ഓർഡർ ഇടുന്നു. അതിനുശേഷം നേരത്തെ ഹാഷ്മി പറഞ്ഞുള്ള പരോളിൻ്റെ 1/3 ഭാഗത്തിന് വെച്ചിട്ട് അത് സ്വീകരിക്കുന്നു. അതിനുശേഷം ഇപ്പം ഇങ്ങനെയൊരു നീക്കം വീണ്ടും നടത്തുകയാണ്. എന്നാൽ പടിപടിയായിട്ട് നിയമത്തിൽ എന്തൊക്കെ വകുപ്പുകൾ മാറ്റിക്കൊണ്ട്, എന്തൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്, എന്തൊക്കെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പുറത്തുവിടാൻ കഴിയുമോ എന്നുള്ള ആലോചന തന്നെയാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ. ഇതൊക്കെ മാറ്റിയത് TP കേസിലെ പ്രതികൾക്ക് വേണ്ടിയാണെന്നേ, അത് വേണ്ടി മാത്രമാണ്. അതിൽ എന്ത് സംശയം? അത് ഈ നാട്ടിലെ ഏത് കൊച്ചു കുട്ടിക്കാണ് അറിയാത്തത്? അത് എല്ലാവർക്കും അറിയാം. അതാണ് ഈ പരോൾ വഴിവിട്ട. നിങ്ങൾ കേട്ടോ, നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പ്രതിക്ക്, എത്ര പ്രതികൾ കിടക്കുന്നു, ഏതെങ്കിലും പ്രതിക്ക് ഇതുപോലെ പരോളും ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുണ്ടോ? ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ 2024 ഫെബ്രുവരി 27 ഇവർക്ക് ഇരട്ട ജീവപര്യന്തമാക്കുകയും 20 വർഷത്തേക്കും തടവിന് ശിക്ഷിക്കുകയും 2 പ്രതികളെ അഡീഷണലായി ചേർക്കുകയും ചെയ്തല്ലോ ഹാഷ്മി. നമ്മൾ നോക്കുക, ആ 2 പ്രതികളിൽ ഒരു പ്രതി ഇപ്പോഴും എവിടെയാണ്? അതൊരു ആ പ്രതി ഇപ്പോഴും ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ എത്ര ആളുകൾക്ക് അസുഖമുണ്ട്? ആ അസുഖമുള്ള ആളുകൾക്ക് കേൾക്കാൻ പ്രിസണേഴ്സിൻ്റെ പ്രത്യേക സെല്ലുണ്ട്, ഹോസ്പിറ്റൽ സെല്ലുണ്ട്. അവിടെ കിടന്ന് ചികിത്സിക്കണമെന്നാണ്, അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ പ്രത്യേക വാർഡിൽ കിടത്തി ചികിത്സിപ്പിക്കണമെന്നാണ്. പക്ഷേ എന്തുകൊണ്ട് TP കേസിൽ ഈ പ്രതിക്ക് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക VIP റൂം, അല്ലെങ്കിൽ എന്താ സ്യൂട്ട് റൂം, ആ സ്യൂട്ട് റൂമിൽ ചികിത്സ കിട്ടുന്നു? അത് അന്വേഷിക്കണ്ടേ? അത് കിട്ടുന്നത് ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി പാർട്ടി നിലകൊള്ളുന്നു, ഭരണ സംവിധാനം നിലകൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എത്ര ജയിൽ പുള്ളികളുണ്ട് നമ്മുടെ പല ജയിലുകളിലായിട്ട്, എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്കൊരു ചെറിയ വേദനയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഓടിയെത്തുകയാണല്ലോ CPM നേതാക്കന്മാർ. ചില്ലറക്കാരൊന്നല്ലല്ലോ ഓടിയെത്തുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ ഇത് വാർത്തയാകുമ്പോഴും ഇന്നലെ ഈ ട്രൗസർ മനോജ് എന്ന ക്രിമിനലിന് വേണ്ടി ചുക്കുളി പോലീസ് ഉദ്യുക്തരായി ഇറങ്ങുകയാണ്. ഇന്നലെ താങ്കളോട് ചോദിക്കുന്നത് എന്താണ്? ഇത്രമാത്രം വാർത്താ കോലാഹലം ഉണ്ടാകുന്നു, സഭയിൽ സർക്കാർ നാണം കെട്ട് മുഖം വികൃതമായി നിൽക്കുന്നു, സ്പീക്കർക്ക് പച്ചക്കള്ളം പറയേണ്ടി വരുന്നു സഭാനാഥന്റെ ഡയസിൽ ഇരുന്നു കൊണ്ട്. എന്നിട്ടും ഇന്നലെ ചുക്കുളി പോലീസ് വന്ന് താങ്കളോട് ചോദിക്കുന്നത് എന്താണ് രമ? അതെ, ചോദിക്കുകയാണ്. ഈ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്, വിട്ടയക്കാനുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇരയാക്കപ്പെടുന്ന ബന്ധുക്കളുടെ അടുത്തുനിന്നുള്ള മൊഴി എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങയുടെ അടുത്തുനിന്ന് മൊഴി എടുക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് വന്ന് കാണാൻ. ഇപ്പം നിയമസഭയുണ്ടോ, നേരിട്ട് കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് ഫോണിൽ കൂടെ മൊഴിയെടുത്തു. ഈ മൊഴി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ജയിൽ വകുപ്പിന് കൊടുക്കണമെന്നാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശമാണ് അവർ പാലിക്കുന്നത്. ആ നിർദ്ദേശം പാലിക്കുന്നതുകൊണ്ടാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഉപജാപക സംഘത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. മേലാവിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ പാവം ഉദ്യോഗസ്ഥർ നിർബന്ധിതരാണ്. അത് പോലീസ് സൂപ്രണ്ട് ആവട്ടെ, ഇനി ജില്ലാ പോലീസ് മേധാവി ആവട്ടെ, അല്ലെങ്കിൽ ഉളുപ്പില താങ്കളുടെ വീട്ടിലേക്ക് താങ്കളുടെ ഭർത്താവിനെ കൊന്ന പ്രതികളെ വിടുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലീസുകാരാവട്ടെ, എല്ലാവരും നിസ്സഹായരാണ്. നിർദ്ദേശം മേലാവിലാണ്. അതെ, അതുകൊണ്ടാണ് അവരെ ഇപ്പോൾ ബലിയാടാക്കിയത് ഹാഷ്മി. ഈ 3 പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് അവർ മേലെ നിന്നുള്ള ഉത്തരവനുസരിക്കല്ലാതെ അവർക്ക് പറ്റുമോ? അവർ ആ ഉത്തരവിനനുസരിച്ചിട്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവർക്ക് എന്താ ഞാൻ നേരത്തെ വെളിപാടുണ്ടാവുകയാണ് ഈ കേസിൽ. അങ്ങനെയാണെങ്കിൽ 4 പേരെ, ആ മാനദണ്ഡപ്രകാരമാണെങ്കിൽ 4 പേരെ മാത്രമല്ലല്ലോ. TP കേസിൽ 12 പേർ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ച് ജയിലിലുണ്ടല്ലോ.
ആ 12 പേരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണ്ടേ? 10 വർഷം കഴിഞ്ഞ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചതെങ്കിൽ 10 പേരെയും എന്തുകൊണ്ട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല? 4 പേരെ മാത്രം ഇവർക്ക് എന്താ ഈ 4 പേരോട് മാത്രം ജയിൽ സൂപ്രണ്ടിന് പ്രത്യേക മമതയുണ്ടോ? അത് മാത്രമുണ്ടോ? പക്ഷേ ഇതൊക്കെ സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശവും ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശവുമാണ് ഹാഷ്മി. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളെ സർക്കാരിനെ കുഴപ്പത്തിലാക്കും, അവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം, സുഖിപ്പിക്കണം, അത്രയേ സർക്കാർ ഉദ്ദേശിച്ചുള്ളൂ. ഇതിങ്ങനെ പുറത്തു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല, വിവാദമാകുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചില്ല. ഇത് ലിസ്റ്റ് എടുത്താൽ ഫൈനൽ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ ലിസ്റ്റ് വെട്ടിക്കളയാം, അത് ഉറപ്പാണല്ലേ. കാരണം ഹൈക്കോടതിയുടെ വിധിയുള്ളപ്പോൾ ഈ ഫൈനൽ ലിസ്റ്റിൽ ഇവർ ഉൾപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഈ പ്രതികൾക്ക് പറയാലോ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നടത്തിയെന്നുള്ളത്. ആ ഒറ്റ കാര്യമേ ഇതിനകത്തുള്ളൂ. ഞങ്ങൾ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്, പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട്, അതിനു വേണ്ടി ശ്രമമൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. എന്തു ചെയ്യും എന്ന് ചോദിച്ച് ഈ പ്രതികളെ സന്തോഷിപ്പിക്കാലോ. ആ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായി ബലിയാടായത് ഈ പാവം ഉദ്യോഗസ്ഥന്മാരാണ്. ഞാൻ വിചാരിക്കുന്നു എൻ്റെ അടുത്ത് ഇനി മൊഴിയെടുക്കാൻ വിളിച്ച ഉദ്യോഗസ്ഥന്മാരെ പോലും നാളെ നടപടിയെടുത്തു എന്നുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി ഈ ലിസ്റ്റ് എങ്ങനെ പുറത്തുപോയി എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ടാവും അവിടെ. അതായത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഹാഷ്മി നോയിക്കൊണ്ടേ 2 ദിവസം കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരാളെ പുറത്തുവിട്ടു എന്നുള്ള വിവരമൊക്കെ നമുക്ക് കേൾക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. നടപടിയെടുത്താൽ നടപടി സ്വീകരിക്കണം. അല്ലല്ല, ഈ കത്ത് പുറത്തു പോയതടക്കം അന്വേഷണം ഉണ്ട്. അത് എം പി രാജേഷിന്റെ മന്ത്രിയുടെ പുറത്തുവന്ന വാർത്താക്കുറിപ്പിൽ വായിച്ചാണ് ഓർമ്മ. നന്ദി ശ്രീമതി കെ കെ രമ. എന്തായാലും താങ്കൾ മറ്റൊരു ചർച്ചയിലേക്ക് പോകണം. താങ്ക് യു. അല്പസമയമാണെങ്കിൽ ചർച്ചയ്ക്ക് കത്ത് പുറത്തു വന്നത് മാത്രമാണ് അവർക്ക് വിഷയം. കത്ത് പുറത്തു വന്നതാണ് അവർക്ക് വിഷയം. കത്തിൽ ഈ പേര് വന്നത് എങ്ങനെയെന്നതല്ല വിഷയം, കത്ത് പുറത്തു വന്നതാണ് വിഷയം. അതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, താങ്ക് യു സ്മിതി കെ കെ രമ. ഞാൻ റോജി എം ജോണിലേക്ക് എത്തും മുമ്പ് ശ്രീ മനു തോമസ് ഇരുന്നു. ശ്രീ മനു തോമസ്, താങ്കൾ പാർട്ടിക്കുള്ളിൽ ഈ പോരാട്ടം തുടങ്ങിയത് ഇപ്പോഴല്ല. ഈ സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, ലഹരി മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ പ്രചരണ ജാഥ എന്നത് അത് ഡിവൈഎഫ്ഐയുടെ കൂട്ടായ തീരുമാനമായിരുന്നു എന്ന് താങ്കൾ ഇപ്പോൾ പറയൂ. എങ്കിലും എനിക്ക് വ്യക്തമായി അറിയാം അത് മനു തോമസിന്റെ ഒറ്റ ഇനിഷ്യേറ്റീവാണ്. ഒരു ഘട്ടത്തിൽ അത് പാർട്ടി കാണുന്നുണ്ട്, ജില്ലാ സെക്രട്ടറി അടക്കം ആ സംഘങ്ങളെ തള്ളിപ്പറയുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് മനു അത്ര വലിയ ഒരു വേദന, നിരാശ? അല്ല, അത്തരം ഒരു ക്യാമ്പയിൻ എടുക്കാനുണ്ടായ സാഹചര്യം നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. അത് ഈ പറഞ്ഞ കൊട്ടേഷൻ സംഘടനകൾക്ക് തലവേദനയാകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ അനിവാര്യമായി എടുത്തൊരു ക്യാമ്പയിനാണത്. അതുവരെ അവർക്ക് സംരക്ഷണങ്ങൾ കിട്ടുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ആത്യന്തികമായി പാർട്ടി സംഘടനയും തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ അതൊരു ക്യാമ്പയിനായി എടുക്കുകയും പൊതുജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയാണ് ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴൊന്നും അത് അത്ര മുഖവിലേക്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് അനിവാര്യമായൊരു ഘട്ടത്തിൽ അത് ഒരു ക്യാമ്പയിനായി മാറി. മനു തോമസ്, മറ്റേതെങ്കിലും ജില്ല, കണ്ണൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു താങ്കൾ ആ സമയത്ത്. ആ സമയത്ത് ഒരു ചെറിയ ദൃശ്യം ഒന്ന് കാണും. ആ സമയത്ത് മനു എന്താണ് ഇവിടെ ആ കൂത്തുപറമ്പ് മേഖലയിൽ ഈ പറയുന്ന പ്രചരണ ജാഥ നടന്നു പോകുമ്പോൾ മനു തോമസിന്റെ ഒരു ചെറിയ പ്രസംഗ പീസാണ്. ജസ്റ്റ് തുടരണം മനു, പ്ലേ ആവും. സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങൾ ഏതെങ്കിലും നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഇട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈഎഫ്ഐയുടെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കൊടിയും പിടിച്ച്, അല്ലെങ്കിൽ തലയിൽ ചുവന്ന കവടം കെട്ടി, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും ഒരു ടാഗ് ഒട്ടിച്ച് ഞങ്ങളെല്ലാം ഇതാ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെല്ലാ തോന്നിയവാസം കാണിച്ചാൽ ആ തോന്നിയവാസങ്ങൾക്ക് ഡിവൈഎഫ്ഐ കിട്ടില്ല. മനു തോമസ്, ഇവിടെ ഇത് താങ്കൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായ സമയത്താണ്. ഇപ്പോൾ താങ്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തുനിന്ന് സ്വതന്ത്ര വ്യക്തിയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരാൻ മാത്രം കരുത്തുറ്റ ഒരു മാഫിയ സംഘം അവിടെ ഉണ്ടല്ലോ. അന്നേ അവർ ശക്തരാണ്. താങ്കൾ പുറത്തു വരുമ്പോൾ പറയുകയാണ് പാർട്ടിക്കെതിരെ മിണ്ടിയാൽ നിശബ്ദരാക്കാൻ ഞങ്ങൾക്ക് മിനിറ്റുകൾ മതി. വിരട്ടാണ് മനു. തീർച്ചയായും അത് അന്ന് ആ ക്യാമ്പയിന്റെ ദിവസങ്ങൾ തന്നെയാണ്. അതന്ന് മാധ്യമങ്ങളിലൊക്കെ കുറെയൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മാരകം ഇരിക്കുന്നതിന്റെ തൊട്ടുപുറകിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ജാഥയ്ക്ക് സ്വീകരണം നൽകേണ്ട കേന്ദ്രത്തില് അതിന് സ്വീകരണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ ഒരു ഹർത്താലിന്റെ പൊതുരീതിയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ഞങ്ങൾ വന്ന സമയത്ത് അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, പ്രസംഗിക്കുന്ന സമയത്ത് കൂകാൻ ആളെയും ഏർപ്പാടെത്തിയിരുന്നു.
പാർട്ടി മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നത്. അത് ഞങ്ങളിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. അല്ല മനു, ആലോചിച്ച് നോക്കൂ, പാർട്ടി മാത്രമുള്ള സ്ഥലത്ത് മറ്റ് ജില്ലകളിലെ പോലെ ഒരു ഡിവൈഎഫ്ഐ ജില്ല അല്ലല്ലോ കണ്ണൂരിലെ ജില്ല. കണ്ണൂർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ കൊടുങ്കോട്ടയിലെ ഡിവൈഎഫ്ഐയുടെ യുവാക്കളുടെ യുവനിരയുടെ യങ് ടർക്സിന്റെ ഒരു ജില്ലയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ ഫ്യൂസൂരാൻ മാത്രം കരുത്തുറ്റവരാണവർ. നോക്കൂ, ആ സംഘം തന്നെ ഇപ്പോൾ താങ്കളെ പറയുകയാണ്, മനു മിണ്ടിപ്പോയാൽ തീർക്കാൻ ഞങ്ങൾക്കറിയാമെന്നാണ് പറയുന്നത്. കൊന്നുകളയെന്നാ പറയുന്നത് മനു. ആ ക്യാമ്പയിന്റെ ഒക്കെ തുടർച്ചയായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെയാണത്. അത് അവർക്ക് കുറെ പരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കാരണം അതുവരെ അവർ ഔദ്യോഗികമായി ഈ പാർട്ടിയുടെ ഒക്കെ ആളുകളാണ് എന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ക്യാമ്പയിൻ പൊതുവിലെടുത്തപ്പോഴാണ് ഈ ആളുകൾക്കൊക്കെ കുറച്ച് പരിക്കേറ്റത്. അതിന്റെ വലിയ ഫ്രസ്ട്രേഷൻ, വലിയ അസഹിഷ്ണുത അവർ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവം. അല്ല മനു, അന്ന് ഷാജറും താങ്കൾക്കൊപ്പം നിന്നു. അതിനുശേഷമുള്ള ഷാജറും അവിടുത്തെ പൊതുയോഗത്തിൽ തള്ളി പറയുന്നുണ്ടല്ലോ, പാർട്ടി ജില്ലാ സെക്രട്ടറിയും തള്ളി പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഈ പറയുന്ന വാർത്തകളുണ്ടായി, ചർച്ചകളുണ്ടായി, ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലയെ വെല്ലുവിളിക്കാനും മാത്രം ഒരു സമാന്തര സംഘമോടെ വളർന്നു വരുന്നു എന്ന വാർത്തയുണ്ടായപ്പോൾ തള്ളി പറഞ്ഞു. നല്ല കാര്യം. ഈ ഷാജറും ആ സമയത്തും ഈ പറയുന്ന വേട്ടക്കാർക്കൊപ്പം ഓടുകയും ഇരകൾക്കൊപ്പം ഓടുകയായിരുന്നോ മനു? ഇപ്പൊ അങ്ങനെ സംശയം തോന്നുന്നുണ്ടോ? അല്ല, അത് അതിൻ്റെ അകത്ത് നിലപാടുകൾ, അത് അന്ന് പാർട്ടിയും ഡിവൈഎഫ്ഐ എടുത്ത ഒരു നിലപാടിന്റെ ഒപ്പം എല്ലാവരും നിന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് അതിനകത്ത് ആരൊക്കെ വെള്ളം ചേർത്തു എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് സമൂഹത്തിന് ബോധ്യപ്പെടുക. മനു, ഒഞ്ചിയവും ഇടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന് മനു പറയുന്നുണ്ട്. അത് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന, അല്ലെങ്കിൽ താങ്കളെ സൈബർ സംഘങ്ങൾ വേട്ടയാടുന്നു, അതിന് പി ജയരാജന്റെ പിന്തുണയുണ്ട് എന്ന ഒരു ആത്മരോഷത്തിൽ വന്നു പോകുന്ന വാക്കാണോ, അതോ തീരുമാനിച്ചുറപ്പിച്ച് കുറിച്ചതാണോ ആ വാക്കുകൾ ശ്രീ മനു? അല്ല, ഞാൻ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ആത്മരോഷത്തിനൊന്നും പറഞ്ഞതല്ലത്. അത് വളരെ കൃത്യമാണ്. ഇവർ പിന്നെ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെല്ലാം വലിയ പോരാളികളാണ്, പാർട്ടിക്ക് വേണ്ടി പോരാടുന്നവരാണ്, അപ്പൊ ഞങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിവേഷത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് പറയേണ്ട ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവര് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിയുടെ പ്രതിരോധ പ്രവർത്തനത്തിന്റെയോ അല്ലെങ്കിൽ പാർട്ടി വിപ്ലവ പ്രവർത്തനത്തിന്റെയോ ഭാഗമായിട്ടൊന്നും അല്ല ഇതൊന്നും ഏർപ്പാട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. മനു കഥകൾ എഴുതുന്ന ആളാണ്. കാസാബ്ലാങ്ക എന്ന് പറഞ്ഞ കഥ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട കഥയാണ്. അങ്ങനെ കഥകൾ എഴുതുന്ന, കാൽപ്പനികമായി ജീവിക്കുന്ന, സർഗാത്മകമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആഗ്രഹിക്കുന്ന ആളാണ് മനു. ടി.പി. ചന്ദ്രശേഖരൻ കഥ എഴുതിയില്ലെങ്കിലും ഏതാണ്ട് സർഗാത്മകത ഉള്ളിൽ പൂത്ത ഒരാളാണ് മനു. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ചോര 52 വീട്ടിൽ തെരുവിലൊഴുക്കിയതിൽ ഈ സംഘത്തിന് പങ്കുണ്ട് എന്ന് മനു പറയാതെ പറയുകയാണോ? അല്ല, അത് ഞാൻ സൂചിപ്പിച്ചതാണ്. അതൊരു കാലഘട്ടത്തിൽ സംഭവിച്ച വലിയ തെറ്റുകളുടെ ഭാഗമാണ് അതെല്ലാം. കണ്ണൂരിലെയും ആ പ്രദേശത്തെയും പാർട്ടി രൂപപ്പെട്ട ഒരു തെറ്റായ രീതിയുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവവാസങ്ങളിൽ പെട്ടതാണ് അതെല്ലാം. ഷുഹൈബിനെയും കൊന്നുകളഞ്ഞു, പോയ കാലം തെറ്റാണ് അല്ലേ മനു? അതൊരു കാലഘട്ടത്തിന്റെ പിഴവ്, തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതൊരു വിപ്ലവ പ്രവർത്തനമായിരുന്നില്ല, അത് വൈദികമാണ് എന്നുള്ളത്. പക്ഷെ ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾ വലിയ പോരാളികളാണെന്നൊക്കെ പറയുന്നത്. മനു, ഇവിടെ ഇത് പി ജയരാജൻ താങ്കളുടെ മനു തോമസ്, താങ്കൾ പാർട്ടിയോട് യുദ്ധം പ്രഖ്യാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളല്ല. താങ്കൾ പാർട്ടിക്കുള്ളിൽ നീ പറഞ്ഞ കൊട്ടേഷൻ സംഘത്തെ തിരുത്താൻ ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ട് വേദനിച്ച് പുറത്ത് മാധ്യമങ്ങളോട് മിണ്ടേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി വീട്ടിൽ പോയിരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. പാർട്ടിക്ക് ഒരു കോട്ടവും ഉണ്ടാക്കരുതെന്ന് കരുതി വീട്ടിൽ പോയി ഇരിക്കാൻ ആഗ്രഹിച്ച ആളാണ് മനു. താങ്കളെ പുറത്താക്കിയെന്ന ആഘോഷങ്ങൾ, എന്ന ഘോഷങ്ങൾ ഈ പറയുന്ന സൈബർ ഫാൻസ് ഗ്രൂപ്പുകളിൽ അർമാദിക്കുമ്പോഴാണ് താങ്കൾ പ്രതികരണം വരുന്നത്. ഏത് വ്യക്തിക്കും എന്താണ് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന തരത്തിൽ പ്രതികരിക്കുമ്പോൾ, ഒരാളുടെ കാമ്പിലേക്ക് കത്തിവെക്കുമ്പോൾ പ്രതികരിക്കും. താങ്കൾ മനു അത് ചെയ്തു. പക്ഷെ താങ്കൾക്കെതിരെ എന്തുകൊണ്ടാണ് പി ജയരാജൻ പൊടുന്നനെ ചാടി വീഴുന്നത്? മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടും മനു. അത് ഈ കൊട്ടേഷൻ ടീമിന്റെ ഒരു പൊതു രീതിയാണത്. അവര്
അവർക്കെതിരെ വരുന്ന ആളുകളെ തേജാവധം ചെയ്യാൻ അവർ ഏത് നിലയിലുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രചരണങ്ങളും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അവരുടെ കഴിഞ്ഞ കുറെ കാലഘട്ടത്തിലെ രീതിയാണത്. അതിനകത്ത് ഞാനിപ്പം വിചാരിക്കുന്നത് തന്നെ മറ്റൊരു ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചില്ലല്ലോ എന്ന് മാത്രമേ ഞാനിപ്പോൾ ആശ്വസിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയതിന്റെ ഭാഗമായി ഞാൻ ഈ പ്രതികരിക്കുകയും ആ പ്രതികരിച്ചപ്പോൾ ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ ഒരു ജാള്യതയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ ഫാൻസുകാരുടെ മനു, ഒരു സംഘടനാ രീതിയുണ്ട്. ഇപ്പൊ താങ്കൾ വർക്ക് ചെയ്യുന്ന ഘടകത്തിന്റെ നേതാവാണെന്ന് പറയേണ്ടത്. താങ്കൾ ചെയ്യുന്ന ജോലി അത് സംഘടനാ വിരുദ്ധമാണോ? അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ ഇന്ന ജോലികൾ ചെയ്യുന്ന പ്രശ്നമുണ്ടോ എന്ന് പറയേണ്ടത് പാർട്ടി എം വി ജയരാജനാണ്. എം വി ജയരാജൻ ചോദിക്കുന്നു ഇങ്ങനെയാണ്. എം വി ജയരാജൻ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. താങ്കളെ പുറത്താക്കിയൊന്നുമല്ല. താങ്കൾ ഇത്തരത്തിൽ ഇപ്പം 3 ജില്ലാ കമ്മിറ്റികൾ പങ്കെടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് പുറത്താണല്ലോ. മനു, അവിടെ തീർന്നതാണത്. അത് തീരുമ്പോഴേക്കും എന്തിനാണെന്നേ പി ജയരാജൻ ചാടി വീണ് പ്രശ്നത്തെ പിന്നെയും മാന്തി പുണ്ണാക്കി പോയ ഭൂതകാലങ്ങൾ മൊത്തം പുറത്തിടാൻ താങ്കളെ നിർബന്ധിതനാക്കുന്നത്? മനു, അതെ, അതാണ് ഞാൻ പറയുന്നത്. പാർട്ടിയുടെ കണ്ണൂർ പോലുള്ള ഒരു ഘടകം തീരുമാനിച്ച ഒരു സംഘടനാപരമായ ഒരു കാര്യം, ആ കാര്യം താഴേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ണൂർ പോലുള്ള സ്ഥലത്തു നിന്നും ആ വിവരം മാധ്യമങ്ങൾക്ക് തെറ്റായി ചോർത്തി കൊടുത്തത്, വാർത്ത ചോർത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് പലതവണ പാർട്ടി പലതവണയായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഈ വാർത്ത ചോർത്തിയത് വളരെ തെറ്റായി വാർത്ത ചോർത്തി എനിക്കെതിരായി അവരുപയോഗിക്കുകയായിരുന്നു ഈ സംഘം. വളരെ ഗുരുതരമായൊരു ഒരു വിഷയമാണത്. ഈ വാർത്ത ഇതെവിടെ നിന്നാണ് ചോർത്തിയത്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം താഴേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, അതായത് എന്നെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ പുതിയൊരാളെ എടുക്കുന്നു എന്നുള്ള വളരെ സംഘടനാപരമായ ഒരു തീരുമാനം അത് പാർട്ടി താഴെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചോർത്തുകയാണ്. എങ്ങനെയാണ് ചോർത്തുന്നത്? വളരെ തെറ്റായ നിലയിൽ ചോർത്തി എനിക്കെതിരെ ആഘോഷിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ്. പി ജെ ആണോ ചെയ്യുന്നത് മനു? അതൊക്കെ പി ജയരാജൻ ചെയ്യുന്നതെന്നാണോ മനു? അതൊക്കെ അത് ഉന്നതരായ ആളുകൾക്കല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. മനു, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം എന്ന് പി ജയരാജനെ വെല്ലുവിളിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കറിയാത്ത, ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല, താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയുന്നത് അത് മനുവിൻ്റെ കൺവിക്ഷനാണ്. ഞാൻ തെറ്റായ വഴിക്ക് പോയിട്ടില്ല എന്ന മനുവിൻ്റെ കൺവിക്ഷനാണ്. എൻ്റെ ചോദ്യം ശ്രീ മനു തോമസ്, ഇവിടെ പി ജയരാജൻ അവിടെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് എന്ന് പറയുമ്പോഴും പി ജയരാജൻ പാർട്ടിക്ക് മീതെ വളരുന്നു, അല്ലെങ്കിൽ പി ജയരാജന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും ആ സമയത്തൊന്നും ആരും പി ജയരാജൻ സാമ്പത്തികമായി കറപ്റ്റ് വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് മനു തോമസ് ആദ്യമായി പറയുകയാണ്. അതെ, അതിങ്ങനെ ഈ പറഞ്ഞ ഒരു വലിയ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പരിവേഷം സൃഷ്ടിച്ച് നിർത്തിയതാണ്. ഞങ്ങൾ വിശുദ്ധരാണ് എന്നുള്ള ഒരു പരിവേഷം സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയൊരു സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ ഇവർക്കൊക്കെ ഉണ്ട്. കള്ളമാണോ പറയുന്നത്? എന്ന് പറഞ്ഞാൽ പി ജയരാജ്, ഇപ്പൊ ഞാൻ പറയുന്നത് പി ജയരാജൻ ഒരു സഖാവ് എന്നുള്ള നിലയ്ക്ക് മറ്റു ചില ഈ നേതാക്കളുടെ മക്കൾ കേൾക്കുന്ന പോലെ മാസപ്പടി ആരോപണത്തിലോ അല്ലെങ്കിൽ മറ്റു ചില നേതാക്കളുടെ മക്കൾ ഉണ്ടാക്കുന്ന കാശുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നില്ല. അവർ ഓട്ടോ ഓടിക്കാൻ പോകുന്നു, അവർ ഗൾഫിൽ പോകുമ്പോഴേ കോവിഡ് ആകുമ്പോഴേക്ക് തിരിച്ചു വരുന്നു, അവർ കൂലിപ്പനെടുത്ത് പണയിൽ ജോലിയെടുത്ത് ജീവിക്കുന്നു. അങ്ങനെ അടിസ്ഥാനവർഗ ജീവികളായി, അടിസ്ഥാനവർഗ കമ്മ്യൂണിസ്റ്റുകളായി ജീവിച്ചു പോകുന്നു എന്ന നറേറ്റീവ് കള്ളമെന്ന് പറയുകയാണോ CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മനു തോമസ്? അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പരിശോധിച്ച് അറിയാവുന്ന കാര്യമാണല്ലോ. ഞാനതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ട കാര്യമൊന്നും അല്ലത്. പക്ഷേ ഇതിന്റെ മേലെ ഒരു പരിവേഷം അതിന് ചാർത്തി കിട്ടിയിട്ടുണ്ട്. ആ ചാർത്തി ഇതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രചരണ സംവിധാനത്തെ അദ്ദേഹം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് കാര്യവും ഈ പറഞ്ഞ പോലെ വിശുദ്ധവൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. മനു തോമസ് ഒരിടത്ത് പറയുന്നത് കേട്ടു, എല്ലാ പാർട്ടി സംവിധാനം ഇങ്ങനെയൊക്കെ പോവുള്ളൂ, എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആവരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അങ്ങനെ ഉണ്ടായില്ല. അതിൻ്റെ വേദനയിൽ ഞാൻ ആ പണി അവിടെ നിർത്തി ഞാൻ ഇറങ്ങി പുറപ്പെടുന്നു, എനിക്ക് മറ്റ് വ്യാമോഹങ്ങളില്ല. എന്താണ് മനു തോമസ് അടുത്ത രാഷ്ട്രീയ പരിപാടി?
ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഞാനത് പറഞ്ഞത് പൊതുവിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീർണതയുടെ ഭാഗമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കകത്ത് സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ തിരുത്തപ്പെടേണ്ടത് തിരുത്തുന്നില്ല എങ്കിൽ അത് ആ പാർട്ടിക്കും അത് പ്രവർത്തിക്കുന്ന സമൂഹത്തിനും ഒട്ടും ഗുണകരമല്ല എന്ന അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. താങ്കൾ ഷാജറിന് ഇനിയിപ്പോൾ ഒരു സംഘടനയാകും, ഒരുപക്ഷെ സെക്രട്ടറി പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ചില വ്യക്തിപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ താങ്കൾ ഷാജറിനെതിരെ അതിൻ്റെ മുന നീട്ടുമ്പോൾ ഷാജറിനെതിരെ താങ്കൾ ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു, അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല. സംസ്ഥാന സെക്രട്ടറിക്ക് താങ്കൾ പരാതി കൊടുക്കുന്നു, അതിൽ പറയുന്ന അതിഗുരുതരമായ ആരോപണങ്ങളാണ്. ആ പരാതി കയ്യിലിരിക്കെ ഷാജറിന് പുതിയ ഒരു പദവി കൊടുക്കുന്നെങ്കിൽ ഷാജറാണോ ഷാജർ ഒറ്റയ്ക്കാണോ കുറ്റക്കാരൻ, പാർട്ടിയാണോ കുറ്റക്കാരൻ? മനു, അല്ല, ഞാനിപ്പോ ഏതെങ്കിലും വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും വ്യക്തിയാധിഷ്ഠിതമായ ഒരു കാര്യത്തിലല്ല. അതില് പാർട്ടിയാണ് അഭിപ്രായം പറയേണ്ടത്. അവരെ ഏതെങ്കിലും സ്ഥാനത്ത് ഈ പറഞ്ഞ ആളുകളെയൊക്കെ അവരോധിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റുപറ്റിയോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ളത് പാർട്ടി പറയേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ ഭാവിയിൽ കാലം തെളിയിക്കേണ്ടതാണ് ചില കാര്യങ്ങൾ. മനു, താങ്കൾ, ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കൾ കഥ എഴുതുന്ന ആളാണ്, അത്യാവശ്യം നന്നായി കാലങ്ങളായി കഥ എഴുതുന്ന ആളാണ്. ഒരു സ്വാഭാവികമായും കാൽപ്പനികനാകണം, സ്വാഭാവികമായും സർഗാത്മകനാകണം. ഉള്ളിൽ തോന്നിയ പ്രത്യയശാസ്ത്ര വേദന വെട്ടിത്തുറന്നങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം. കണ്ണൂരാണ്, ഒരു ഇന്നോവ കാറിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഉള്ളിൽ നീറ്റലായി, വ്യക്തിപരമായി എൻ്റെ ഉള്ളിലടക്കം നീറ്റലായി കിടക്കുന്ന ഇപ്പോഴും നീറ്റലാണ്. പേടിയുണ്ടോ മനു? അങ്ങനെ പേടിച്ചുകൊണ്ടൊന്നും നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ. നമ്മളിപ്പോ രാഷ്ട്രീയ പ്രവർത്തകനായ പൊതുരംഗത്ത് വരുന്ന സമയത്തെല്ലാം നമ്മൾ ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള ഒരുപാട് റിസ്കുകൾ ഇടയിൽ കൂടി തന്നെയല്ലേ വരുന്നത്. അങ്ങനെ പേടിച്ചിട്ടൊന്നും നമുക്ക് അഭിപ്രായത്തെ മാറ്റാനോ അഭിപ്രായത്തെ മൂടി വെക്കാനോ കഴിയില്ല. അങ്ങനെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും പലരും അഭിപ്രായം പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക, അതിലൂടെ നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളെ സ്വീകരിക്കുക, സന്തോഷിക്കുക എന്നൊക്കെ ഉള്ളതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈൻ അങ്ങനെയല്ല. എനിക്ക് പറയാനുള്ള നിലപാടുകൾ അത് ഞാൻ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും പറയണം എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. ഒറ്റ ചോദ്യം കൂടി മനു, ഇപ്പോഴല്ല, വർഷം 2 മുന്നെയാണ് ഈ ആയങ്കി തില്ലങ്കേരി സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ വാർത്താ സമയത്താണ്. അന്ന് ഒരു പോലീസ് സോഴ്സിൽ നിന്ന്, ഞാൻ മറ്റൊരു ചാനലാണ് കേട്ടോ, ഒരു പോലീസ് സോഴ്സിൽ നിന്നൊരു ശബ്ദരേഖ വരുന്നുണ്ട്. ആ ശബ്ദരേഖയിൽ തില്ലങ്കേരിക്കാനായ ഒരാൾ പറയുന്നുണ്ട് ഒരു പങ്ക് പാർട്ടിക്ക്. അന്ന് ചർച്ചയിൽ എ റഹീമാണ് ആരാണ് ആ കടത്തുകാരൻ എന്ന് വെളിപ്പെടുത്താൻ പറയുന്നു. സോഴ്സായ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് മാത്രമല്ല, പേര് പറഞ്ഞാൽ ആ തില്ലങ്കേരിക്കാരനായ ശബ്ദത്തിന്റെ ഉടമയുടെ ജീവൻ നഷ്ടമാകില്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ആ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോഴും ഇപ്പോഴും പേരും വിലാസവുമൊക്കെ നന്നായി അറിയാമായിരുന്നിട്ടും പരിഹാസത്തിൽ കടത്തുകാര എന്ന് സൈബർ സഹാക്കൾ വിളിക്കുന്നുണ്ട്. പറഞ്ഞതാ മിനിഞ്ഞാന്ന് ശ്രീ കെ അനിൽകുമാർ ഈ ചർച്ചയിൽ തന്നെ വന്ന് ആ കടത്തുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെപ്പറ്റി, അതിന് പാർട്ടി ഡിവൈഎഫ്ഐ നേതാക്കൾ കൊടുക്കുന്ന പിന്തുണയെപ്പറ്റി, ആ കടത്തുകാർക്ക് കഞ്ഞിവെച്ചവരെ പറ്റിയൊക്കെ ഡിവൈഎഫ്ഐയുടെ ഒരു മുൻ ജില്ലാ പ്രസിഡന്റ് പറയുന്നതും പാർട്ടിക്ക് പുറത്തു വരും മുൻപ് പാർട്ടിക്കുള്ളിൽ മനു തോമസ് കള്ളക്കടത്തുകാരുടെ ഈ കൂട്ടുകെട്ടിനെതിരെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതും കാവ്യനീതിയാണ്. ശ്രീ മനു തോമസ്, അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കണ്ണൂർ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഈ സംഘങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അവരൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് ബന്ധങ്ങളെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഈ സംഘടനാ ബന്ധങ്ങളെ പലപ്പോഴും ഇത്തരം തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പാർട്ടിക്ക് പിന്നെ വളരെ വൈകിയാണ് അതിന്റെ കാര്യങ്ങളെ ബോധ്യമായത്. പക്ഷെ അത് തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തി. അതിപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബന്ധങ്ങൾ, ഈ സംഘടനാപരമായ ബന്ധങ്ങളെ ഇവരെല്ലാം ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഭയങ്കര സൗകര്യമായ ഒരു നെറ്റ്വർക്കാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവർക്ക് ഭയങ്കര നെറ്റ്വർക്കാണ്. നമ്മൾ ഇപ്പം ഈ പറയുമ്പോഴും ഇപ്പോൾ ഈ രാമനാട്ടുകര വിഷയവും അതുപോലെ തന്നെ ചില വിഷയങ്ങളും ഒരു അപകടത്തിലൂടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലൂടെയോ പുറത്തു വന്ന വിഷയങ്ങൾക്ക് എത്രയോ അപ്പുറത്ത് കണ്ണൂർ ജില്ലയുടെയും സമീപ പ്രദേശങ്ങളിലും എല്ലാം ഇപ്പോഴും ഇത്തരത്തിലുള്ള വലിയ അധോലോക സംവിധാനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നന്ദി ശ്രീ മനു തോമസ്. ഇപ്പൊ താങ്കൾ ഇനി എത്ര സംഘടനാ വിരുദ്ധനാണെന്നോ, അല്ലെങ്കിൽ തില്ലങ്കേരിമാർ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ പോരാളി ഷാജിമാർ എന്ത് പറഞ്ഞാലോ, പി ജയരാജൻ എന്ത് പറഞ്ഞാലോ, താങ്കളുടെ ഉള്ളിൽ തുടിക്കുന്നത് വഴിതെറ്റിപ്പോയ ഒരു പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ഒറിജിനൽ സഖാവിന്റെ വേദനയാണെന്ന് യഥാർത്ഥ സഖാക്കൾ തിരിച്ചറിയുന്നുണ്ട്. അഭിവാദ്യങ്ങൾ കോമ്രേഡ് ആ പോരാട്ടത്തിന്. റോജി എം ജോൺ,
നമ്മുടെ ആ വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് മനു തോമസ് ഈ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാൻ മനുവിനെ ഒന്ന് വിളിച്ചു എന്നുള്ളേ ഉള്ളൂ. അദ്ദേഹം കാര്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. മനു തോമസ്, ഇന്നിപ്പോൾ സഭയിലുണ്ടായത് എന്താണ്? രാഷ്ട്രീയ കൊലയാളികൾ കിളവ് അനുവദിച്ചുകൂടാ എന്ന 2018 ഉത്തരവ് 2022 മാറ്റുന്നു. അത് ഒരു ഭാഗം സേഫാക്കി. ബാക്കി പ്രതിസന്ധി എന്താണ്? മൊത്തം ജയിൽ ശിക്ഷയുടെ 3/4 ഭാഗം പരോളായും അല്ലാതെയും ഒക്കെ ഇളവ് ഓൾറെഡി കിട്ടിയവർക്ക് ഇളവിന് സാധ്യതയില്ല. പ്രിസൺസ് ആക്ട് പ്രശ്നമാണ്. ആ കൊടും കുറ്റവാളികൾ ആ ഗണത്തിലാണ്. അതുകൊണ്ട് ആ പ്രിസൺസ് ആക്ട് അങ്ങ് ആരും അറിയാതെ മാറ്റി പ്രതികൾക്ക് മുന്നിലുള്ള ആ പ്രതിബന്ധവും നീക്കി. എന്നിട്ട് ആസാദിക്ക് അമൃത മഹോത്സവ്, സർക്കാർ ഉത്തരവ്, പിന്നാലെ ജയിൽ സൂപ്രണ്ട് കത്ത്, മാധ്യമങ്ങൾ കയ്യോടെ പിടിച്ചപ്പോൾ തിരുത്തി ഉദ്യോഗസ്ഥർ മണ്ടക്കിട്ട് സ്കൂട്ടായി. അത് കേരളത്തെ തുറന്നു കാണിക്കാനായി എന്ന കോൺഫിഡൻസ് ഇന്ന് പ്രതിപക്ഷത്തിനുണ്ടോ? റോജി എം ജോൺ. ഹാഷ്മി, ഞാൻ ഇത്രയും നേരവും ശ്രീ മനു തോമസുമായിട്ടുള്ള താങ്കളുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓൺലൈനിൽ അതിനടിയിൽ വന്നിരുന്ന കമൻറ്റുകൾ ഞാൻ വായിക്കുകയായിരുന്നു. അതിനകത്തൊരു കമൻറ്റ് എങ്ങനെയാണ്, ഹാഷ്മി ആ പാവത്തിനെ കൊലയ്ക്ക് കൊടുക്കരുത് എന്നാണ്. എനിക്ക് മനുവിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അദ്ദേഹത്തിന് നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോകാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിലെ ഇന്നത്തെ CPMൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവിടെ TP കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ 2018 മുതൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയ്ക്കകത്ത് ഇത് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അതായത് ഹോം സെക്രട്ടറി ഉത്തരവിറക്കുകയാണ്. അതായത് 3/6/2024 ഹോം സെക്രട്ടറി ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ചിട്ട് യാതൊരു നടപടികളും പാടില്ല എന്ന് പറഞ്ഞ് ഹോം സെക്രട്ടറി ഉത്തരവിറക്കിയതിന് ശേഷം, ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്? സംസ്ഥാനത്തെ DGPക്ക് മേലെയുള്ള ഉദ്യോഗസ്ഥനാണ് ഹോം സെക്രട്ടറി. ഹോം സെക്രട്ടറിക്ക് മേലെ സാങ്കേതികമായിട്ടും ഭരണപരമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രമാണ് അദ്ദേഹത്തിന് മേലെയുള്ള ഒരു ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹോം സെക്രട്ടറിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും KK രമയുടെ മൊഴിയെടുക്കുവാനായിട്ട് വരികയാണ്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇന്നലെ വൈകുന്നേരവും ഈ ട്രൗസർ മനോജിന് വേണ്ടിയിട്ട് മൊഴിയെടുക്കുവാനായിട്ട് KK രമയെ പോലീസ് ഫോണിൽ ബന്ധപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറിക്കും മേലെ പറക്കുന്ന പരുന്ത്, അല്ലെങ്കിൽ ഹോം സെക്രട്ടറിയുടെ ഉത്തരവിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരാണ് ഇവർക്ക് പിന്നിൽ? ഹോം സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു SHO അതിനെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ മൊഴിയെടുക്കാൻ പോകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? ആ ധൈര്യം ആ SHOയ്ക്ക്, അത് ഓരോ SHO അല്ല, 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസുകാർക്ക് ആ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അദൃശ്യ കരങ്ങളുണ്ട്. ആ അദൃശ്യ കരങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന സംഭവവികാസം, ഇപ്പോൾ ഈ ജയിലിലെ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ, ആസാദിക്ക് അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇളവ് കൊടുക്കുവാനായിട്ടുണ്ടായിട്ടുള്ള നീക്കം, ഇത് യാദൃശ്ചികമായിട്ടുണ്ടായ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ ഹാഷ്മി? ഇവിടെ ഈ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അന്നു മുതൽ ഇങ്ങോട്ട് ഈ പ്രതികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക പരിഗണന, പ്രത്യേക പരിലാളന, അത് നമ്മൾ അത് കൂട്ടി വായിക്കേണ്ട, ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത്രയധികമായിട്ട് പരോള് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രതികൾ ഏതെങ്കിലും കേസിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മാസങ്ങളോളം വർഷങ്ങളോളം പരോളും ഇളവുമായിട്ട് ഈ പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് മാത്രമല്ല ഹാഷ്മിയോട് ശ്രദ്ധിക്കേണ്ട കാര്യം, കിർമാണി മനോജ് പരോളിൽ പോയി മയക്കുമരുന്ന് കേസിൽപ്പെട്ടു. അതുപോലെ തന്നെ TK രജീഷിനെ കർണാടക പോലീസ് ഒരു തോക്ക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. കൊടിസുനി സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കാളിയായി. ഇവിടെ നേരത്തെ മനു തോമസ് അതുമായിട്ട് രാമനാട്ടുകര കേസൊക്കെ ഇവിടെ വിശദീകരിച്ചു, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മുഹമ്മദ് ഷാഫി സമാനമായിട്ടുള്ള കേസിൽ പെടുകയാണ്. MC അനൂപ് എന്ന് പറയുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു പ്രതി, അദ്ദേഹം ജയിലിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുകയാണ്. പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ പുറത്തു നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്ന് അത് ജയിലിൽ പ്രതികൾക്ക് 10 ഇരട്ടി വിലയ്ക്ക് വിറ്റ് മാസം 50,000 രൂപ വരെ ഈ MC അനൂപ് എന്ന് പറയുന്ന പ്രതി ഉണ്ടാക്കി എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇനി പ്രതികൾക്ക്, ഇവിടെ നിരവധി പ്രതികളെ സംബന്ധിച്ച് ഇവിടെ വന്നു, അവർക്ക് ആശുപത്രിയിൽ കിട്ടുന്ന സുഖചികിത്സയൊക്കെ സംബന്ധിച്ച് ഇവിടെ വന്നു. ഇവിടെ നേരത്തെ തന്നെ നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, തൃശ്ശൂരിൽ നേരത്തെ ഈ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓടിയെത്തുന്ന ആരാണ്? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPMൻ്റെ സമുന്നതരായ നേതാക്കൾ ജയിലിലേക്ക് ഓടിയെത്തിയാണ്.
ഈ പ്രതികൾ ആരാണ്? CPM-ന്റെ ഏതെങ്കിലും ഏരിയ കമ്മിറ്റി അംഗങ്ങളാണോ, അല്ലെങ്കിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണോ? അവർക്ക് പ്രതികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ജയിലിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും കോടിയേരി ബാലകൃഷ്ണൻ ഓടിയെത്താനായിട്ട്, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ CPM നേതാക്കളുടെ ആരുടെയെങ്കിലും കുഞ്ഞമ്മയുടെ മക്കളാണോ ഈ കിടക്കുന്ന കേസിൽ കിടക്കുന്ന പ്രതികൾ? അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്നു എന്ന് പറയുമ്പോഴേക്കും CPM-ന്റെ നേതാക്കൾക്ക് എന്താണ് ഇത്രയധികമായിട്ട് വേദനിക്കുന്നത്? ഇതെല്ലാം നമുക്ക് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് വളരെ കൺക്ലൂസീവായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പ്രതികളുടെ കാര്യത്തിൽ CPM-ന് പ്രത്യേക താല്പര്യമുണ്ട്. ആ താല്പര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാർട്ടി എന്ന നിലയിൽ ഇവർക്കുള്ള ഭയപ്പാടാണ്. കാരണം ഈ പ്രതികൾ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്നുള്ള ഭയപ്പാട് CPM നേതൃത്വത്തിനെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ വളരെ കൃത്യമായിട്ട്. ഇവിടെ കിർമാണി മനോജിനും ട്രൗസർ മനോജിന്റെ കയ്യിൽ നിന്ന് TP ചന്ദ്രശേഖരൻ പണം വായ്പ മേടിച്ച് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടാണോ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്? അല്ലെങ്കിൽ ഇത് വാർത്തയാവുന്നു, ഇത് വാർത്തയായിട്ട് സഭാനാഥൻ വെറുതെ അവിടെ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി എന്താണ് ഇപ്പൊ KK രമ ആ നോട്ടീസ് അവതരിപ്പിച്ച് അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്ന ഒരു ഈഗോ പ്രശ്നം എനിക്ക് മനസ്സിലാകും. അപ്പോൾ അന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയില്ല, ഇന്നും ആ മുഖ്യമന്ത്രി സഭയില്ല. പോട്ടെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ താല്പര്യം. അന്ന് സഭാനാഥൻ അങ്ങനെ ഉരുണ്ട് കയ്യോടെ പിടിക്കപ്പെട്ട് വികൃതമായി നിൽക്കുമ്പോൾ ഇതാ ഇന്നലെയും പോവുകയാണെന്ന് ഈ ട്രൗസർ മനോജിൻ്റെ മോചനത്തിന് വേണ്ടി പോലീസ് KK രമയോട്, TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയോട്, ആ വേദന മൊത്തം അനുഭവിച്ചൊരു സ്ത്രീയോട് താങ്കളുടെ ഭർത്താവിനെ വെട്ടിക്കൊന്നാളെ മോചിപ്പിക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ ഇന്നലെ പോവാ. ഇതെന്ത് നാടാണ് റോജി? ഇത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് CPM-ന്റെ നേതാക്കന്മാർ സഖാക്കന്മാരൊക്കെ എപ്പോഴും വീരവാദം മുഴക്കാറുണ്ട്. ഇത് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നുള്ളതാണ്. കാരണം എന്ത് കൊലപാതകമായാലും പിടിച്ചുപറിയായാലും സ്വർണ്ണക്കടത്തായാലും കൊട്ടേഷനായാലും മയക്കുമരുന്നായാലും ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഹൈക്കോടതി എന്താണ് ചോദിച്ചതെന്നറിയോ? ഹൈക്കോടതി ഇവരുടെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞ, അതായത് 27/2024 ഉത്തരവിൽ ഹൂ വുഡ് കമ്മിറ്റ് സച്ച് എ ബാർബറിക് ക്രൈം ആൻഡ് വൈ എന്നാണ് ചോദിച്ചത്. ഇത്രയും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ആര് ചെയ്യും, എന്തിനു വേണ്ടി ചെയ്യും എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ കിർമാണി മനോജിനും ട്രൗസർ മനോജിനും ഒന്നും TP ചന്ദ്രശേഖരനുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായതായിട്ട് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ എന്തിനു വേണ്ടി TP ചന്ദ്രശേഖരനെ ഇത്ര മൃഗീയമായിട്ട് കൊലപ്പെടുത്തി, ആർക്കു വേണ്ടി കൊലപ്പെടുത്തി? അപ്പോൾ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ എത്തി നിൽക്കുന്നത് ഈ TP ചന്ദ്രശേഖരൻ്റെ മരണ വാറണ്ടിൽ ആർ ഒപ്പുവെച്ചു എന്നുള്ളത് നമുക്ക് ഇനിയും പുറത്തു വരേണ്ടതായിട്ടുള്ള വിവരങ്ങളാണ്. ആ വിവരങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ പുറത്തു പോകുമോ എന്നുള്ള ആശങ്ക, എന്നുള്ള ഭയപ്പാട് CPM-നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെ നമുക്കറിയാം, നിയമപരമായിട്ട് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇവരെ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. പക്ഷേ ഈ പ്രതികളെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഇവരെപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള മുദ്രാവാക്യം. അപ്പോൾ സർക്കാർ ഒപ്പമുണ്ട്, പാർട്ടി നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് ഈ പ്രതികളെ ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്, പാർട്ടിയുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ നിയമസഭയിലേക്ക് എത്തുന്നതിന് മുൻപ് ഷുഹൈബിന്റെ പിതാവ് ശ്രീ മുഹമ്മദ് കൂടി. ശ്രീ മുഹമ്മദ്, ഇന്നിപ്പോൾ മനു തോമസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ P. ജയരാജനെ കുറിച്ച് പറയുന്ന P. ജയരാജന് മറുപടി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്, ഒഞ്ചിയും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ചോദിക്കുമ്പോൾ ശ്രീ മനു തോമസ് പറയുകയാണ്, പോയ കാലത്ത് സംഭവിച്ച തെറ്റാണ് എന്ന് പറയുകയാണ്. അക്കാലത്ത് ഈ പറയുന്ന പാർട്ടി സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ ശ്രീ മനു തോമസ്. ശ്രീ മുഹമ്മദ്, താങ്കളുടെ മകൻ്റെ അരുംകൊലയിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന കേസിനെ പറ്റി ഒന്നും പറയേണ്ട, അത് കേസിനെ ബാധിക്കുന്നതായത് കാരണം. പക്ഷേ ഇതിപ്പോൾ TP ആവട്ടെ, ഷുഹൈബ് ആവട്ടെ, കാലം എത്ര വൈകിയാലും യഥാർത്ഥ പ്രതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അല്ലെങ്കിൽ പടച്ചവൻ അല്ലെങ്കിൽ ഒരു ശക്തി, യഥാർത്ഥ ശക്തികൾ, ഒരു മരണവാറണ്ട് ഇറക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സമൂഹത്തിന് മുന്നിൽ നിർത്തും എന്നൊരു തോന്നൽ തോന്നുന്നുണ്ടോ ശ്രീ മുഹമ്മദ്? എപ്പോഴും ഉണ്ട്. എന്തായാലും നീതി ഉറപ്പാന്ന് കിട്ടുന്നില്ല, മുമ്പിൽ കൂടി പോകുന്നില്ല, ഉറപ്പാന്ന് നമുക്ക്. എടയന്നൂർ നടന്നത്, താങ്കളുടെ മകനെ കൊന്നത് ഒരു വിപ്ലവ പ്രവർത്തനമല്ല, വൈകൃതമായിരുന്നു എന്ന് P. ജയരാജന്റെ ഫാൻസ് ഗ്രൂപ്പിനോട് പറയുകയാണ് മനു തോമസ്, മുൻ ജില്ലാ സെക്രട്ടറി, DYFI മുൻ ജില്ലാ പ്രസിഡന്റ്. അത് ആകാശ് തില്ലിങ്കേരിയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ പിന്നിൽ കാര്യമായ നേതൃത്വത്തിന് CPM-ൻ്റെ നേതൃത്വം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവൻ ചെയ്തത്.
അപ്പോൾ കൊന്നാൽ പോരാ, അല്ല അടിച്ചാൽ പോരേന്ന് പറഞ്ഞ് ആര് അപ്പം അന്നേരം ഇവൻ പറഞ്ഞ് ആകാശത്തില്ലെങ്കിൽ പറഞ്ഞ് ഇല്ല നേതൃത്വത്തിൻ്റെ ഓർഡറാണ് വകവരുത്തി കളയണം. അത് എന്തിനു വേണ്ടിയെന്ന് ഇന്നും നമുക്കൊരു ഇതല്ലേ നമുക്കിപ്പോൾ. ബി എൻ അസ്കർ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് എന്ന് സഭയിൽ വായിച്ചാണ്, അല്ല അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, ഇറ്റ് ഈസ് മെയ്ഡ് എന്നാണ് പ്രിസൺസ് ആക്ടിൽ വരുത്തിയ മാറ്റമാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ 78(2) ഓഫ് ദ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് 2010 വിൽ നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗ്രാൻഡിംഗ് സ്പെഷ്യൽ റെമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സെക്ഷൻ 78(2) എന്ന് പറയുന്നത് മൊത്തം തടവിൻ്റെ 1/3 ഭാഗം ഇളവ് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളവിന് അവകാശമില്ല എന്ന് പറയുന്ന പ്രിസൺസ് ആക്ടിലടക്കം മാറ്റം വരുത്തി ടി പി ചന്ദ്രശേഖരൻ്റെ പ്രതികളെ പുറത്തേക്ക് ഇറക്കി വിടാൻ നീക്കം നടന്നു. 2022 മുതൽ നടന്ന നീക്കത്തിൻ്റെ ഭാഗമെന്ന് പറയുകയായിരുന്നു രേഖാമൂലം പ്രതിപക്ഷ നേതാവ് ശ്രീ ഹസ്കർ. മനു തോമസ് പറയുന്നു ഈ ഒഞ്ചിയത്തടക്കമുണ്ടായത് വിപ്ലവ പ്രവർത്തനമല്ല, വൈകൃതമാണ്, പോയകാല തെറ്റാണ്, സമ്മതിക്കോ തെറ്റാണെന്ന് പാർട്ടി ഇനിയെങ്കിലും? ഹസ്കർ. ഹാഷ്മി, നിങ്ങൾ എന്ത് അസംബന്ധമായി പറയുന്നത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 27/2/2024 ഉത്തരവ് മറികടക്കാൻ ഇനി നിയമസഭയിലെ മുഴുവൻ 140 MLA-മാരും സംയുക്തമായി ഏകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയാൽ പോലും നടക്കുന്ന കാര്യമില്ല. അതിനി സുപ്രീം കോടതിക്ക് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ റെമിഷൻ കൊടുക്കുന്നതിനു വേണ്ടി പ്രിസൺസ് ആക്ടിൽ 78(2) അമെൻഡ് ചെയ്യുന്നു എന്നും അതുപോലെ തന്നെ ഈ പ്രതികൾക്ക് തുറന്നുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള വാതായനങ്ങൾ ഒരുക്കുന്നു എന്നുമൊക്കെ പറഞ്ഞാൽ അത് അസംബന്ധമല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ഏതോ തരത്തിലുള്ള നിഗൂഢ പദ്ധതികളുടെ തുടർച്ചയായി മാത്രമല്ല ഇതിനെ കാണാൻ കഴിയും. സദാ ജാഗരൂകിയായിരിക്കുന്ന ഒരു MLA KK രമ ഈ കേസിൻ്റെ പിന്നാലെയുണ്ട്. അവരറിയാതെ ഒരു വ്യക്തിയെയും റെമിഷൻ ചെയ്യാൻ കഴിയില്ല, അത് നിയമമാണ്. വിക്ടിമിൻ്റെ ബന്ധുക്കളെ ആ വിവരം ചോദിച്ച് മൊഴിയെടുത്താൽ മാത്രമേ റെമിഷനിലേക്ക് പോകൂ. മാത്രമല്ല നാട്ടിലുള്ള നിയമം അനുസരിച്ച് 10 കൊല്ലം തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രതികളെ സംബന്ധിച്ച് അവർ ജയിലിൽ നടത്തിയിട്ടുള്ള മാനസാന്തരം കൂടി ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് അത്തരം പ്രതികൾക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് കണ്ണൂരിൽ മാത്രമല്ല നടന്നിട്ടുള്ളത്, തവനൂരും വിയ്യൂരും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും അമൃത് ക മഹോത്സവ അതിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വിടുന്നതിനു വേണ്ടിയിട്ട് റെമിഷൻ നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം ആ പ്രദേശത്തെ പോലീസിനാണ്. അവർ താമസിച്ചിരുന്ന വീടിൻ്റെ അവരുടെ പെർമനന്റ് റെസിഡൻസിൻ്റെ ഭാഗത്തും അതുപോലെ അവർ ഒക്കറൻസ് നടന്ന എവിടെയാണോ കുറ്റകൃത്യം നടന്ന ആ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് ആ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കും. ആ റിപ്പോർട്ട് വന്നത് 3/6/2024 അഡീഷണൽ ചീഫ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ്. അത് പരോളിൽ പുറത്തിറങ്ങി വയനാട്ടിൽ റേവ് പാർട്ടിയിൽ പോയി പങ്കെടുത്ത പ്രതിയുടെ അല്ലേ എന്ന് പറഞ്ഞാൽ അന്ന് പരോളിൽ പുറത്തിറങ്ങി വയനാട്ടിൽ പോയി റിസോർട്ടിൽ പോയി മയക്കുമരുന്ന് പാർട്ടിയിൽ പോയി പൂണ്ട് വിളയാടിയതിന് അവിടെ പിടിയിലായ പ്രതി അല്ലേ എന്ന് പറഞ്ഞാൽ ജയിലിനകത്തിരുന്ന് കൊട്ടേഷൻ സംഘങ്ങൾ യഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രതികൾ നല്ല നടപ്പല്ലേ? നല്ല നടപ്പാണ് പ്രതികൾ ജയിലിനകത്തും പുറത്തും. ജയിൽ സൂപ്രണ്ടിന് അതിനുള്ള അധികാരമില്ല. ആ കേസുകളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട അല്ല, അതിനുള്ളിൽ ജയിൽ സൂപ്രണ്ട് അല്ല അത് തീരുമാനിക്കുന്നത് കേസിൽ പ്രതിയാണോ, അതിനുശേഷം ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ, അതിനുശേഷം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് പോലീസിൻ്റെ പണിയാണ്. പോലീസ് ആ റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അത്തരമൊരു റിപ്പോർട്ടല്ലേ വരുന്നത്. മാത്രമല്ല ഇത് കഴിഞ്ഞ അധ്യായം ഒരു തരത്തിലും 27/2/2024 ശേഷം ഈ പ്രതികൾക്ക് 20 കൊല്ലം കഴിയാതെ റെമിഷൻ നിയമപരമായ അധികാരമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരെയും ഡോക്ടർ കൗസർ ഇടപെടത്തിന്റെ വിധി വളരെ സുവ്യക്തമായ കാര്യത്തിൽ പണ്ടൊരു വനിതാ നേതാവ് പറയുന്നത് പാർട്ടി കോടതിയല്ല, നാടിന്റെ നീതിന്യായ കോടതി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. ഇപ്പോൾ പണ്ടൊരു വനിതാ നേതാവ് പറയുന്നത് പോലെ അത് പാർട്ടി കോടതിയല്ല, നാടിന്റെ നീതിന്യായ കോടതി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് അവിടെ നിൽക്കുന്നു. ആ ഉത്തരവ് അവിടെ നിൽക്കത്തന്നെ ഈ പണിയൊക്കെ ചെയ്യണമെങ്കിൽ റോജി എം ജോൺ പറഞ്ഞതല്ലേ ശരി എന്ന് പറഞ്ഞാൽ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ കയ്യിൽ വാക്കത്ത് കൊടുത്തുവിട്ട, കയ്യിൽ കൊടുങ്കത്ത് കൊടുത്തുവിട്ട മരണവാറണ്ട് ഇറക്കിയ ആളുടെ പേര് പറയില്ലേ മക്കളെ എന്ന അപേക്ഷയല്ലേ സർ ആ ഉടായ്പ്? കാശ്മീർ റോഷി ജോണിന്റെ നേതാവായിരുന്നു തിരുവഞ്ചൂരിന്റെ കാലത്താണല്ലോ കേസിന്റെ അന്വേഷണമൊക്കെ നടന്നത്. അപ്പോൾ തിരുവഞ്ചൂരിന് കണ്ടെത്താൻ കഴിയാത്ത പ്രതികളാണോ, തിരുവഞ്ചൂരിൻ്റെ അന്നത്തെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത പ്രതികളെയാണോ ഇപ്പോൾ നിങ്ങളിങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ടിങ്ങനെ ചൂണ്ടി പ്രതിപ്പട്ടികയിലേക്ക് നിരത്തി നിർത്തുന്നത്? അങ്ങനെ ഒരു പ്രതികളെന്നല്ലെന്നേ. അങ്ങനെയായിരുന്നെങ്കിൽ അവരൊക്കെ എന്നേ ജയിലിനുള്ളിലായനെ. മോഹന മാഷിനെ പൂക്കടക്കടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞു എന്ന കുറ്റകൃത്യം പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് പാവം മനുഷ്യനെ ജയിലിലിട്ടില്ലേ?
ആ കോടതിയല്ലേ വെറുതെ വിട്ടത്? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ മൃതപ്രായനായി കിഡ്നി സംബന്ധമായ രോഗവുമായി മൃതപ്രായനായി ആശുപത്രിവാസം കഴിയാണ്. ആ മനുഷ്യനെ കൂടി ജയിലിനുള്ളിലിട്ട് കൊല്ലണം എന്നാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? സാർ, 52 വെട്ടുവെട്ടി കൊന്ന ഒരുത്തനാണത്. അവർക്കൊക്കെ മനുഷ്യാവകാശമുണ്ട്. സാർ, ഈ 52 സാർ, താങ്കൾ ഒരാളുടെ രോഗാവസ്ഥയെ പറ്റി ഇങ്ങനെ വിതുമ്പുന്നത് ഒരു പാവം മനുഷ്യനെ, ഒരു സഖാവിനെ തെരുവിലിട്ട് 52 വെട്ടുവെട്ടി കൊന്ന കേസിലെ പ്രതിയാണ് അങ്ങ് അദ്ദേഹത്തിന്റെ വൃക്ക പ്രശ്നത്തെ പറ്റി വിതുമ്പുന്നത്. ശ്രീ ഹസ്കർ, ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന വികാരങ്ങൾ? ടി പി ചന്ദ്രശേഖരൻ ഇല്ലേ മനുഷ്യാവകാശങ്ങൾ? ഹസ്കർ, ഹാഷ്മി, ഞാൻ എൻ്റെ വ്യക്തിപരവും ആയിട്ടുള്ള നിലപാട് ടി പി കൊല്ലപ്പെടേണ്ട ആളല്ല. ടി പി കൊല്ലപ്പെട്ടത് ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള, പാർട്ടിക്ക് ബന്ധമുണ്ടെങ്കിൽ അതിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പിഴവ്. അത് തടയപ്പെടേണ്ടതായിരുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ പറയുന്നതിന് ഒരു മടിയുമില്ല. ഇപ്പോൾ മനു തോമസ് പറഞ്ഞു ഒഞ്ചിത്തും പറ്റിയിട്ടുള്ളത് തെറ്റാണെന്ന് മനു തോമസ്. അത് പറയാനുള്ള ധൈര്യം കാണിക്കേണ്ടിയിരുന്നത് മനുവൊക്കെ പോയി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ്. പുറത്തിറങ്ങിപ്പോയി ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കാനല്ല അത്തരം വാക്കുകൾ പറയേണ്ടത്. ജില്ലാ കമ്മിറ്റിയിൽ എണീറ്റ് നിന്ന് പറയേണ്ടതായിരുന്നു, പറയേണ്ടിടത്ത്. അന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു വലതുപക്ഷ മാധ്യമങ്ങൾക്കും മനു ആഘോഷമാക്കാൻ എഴുതി കൊടുത്തിട്ടില്ല. ഹസ്കർ, 1.5 വർഷമായി മനു തോമസ് പാർട്ടിക്കുള്ളിൽ നിന്ന് പൊരുതുന്നു. 1.5 വർഷമായി ഇത്തരം തെമ്മാടി സംഘങ്ങളെ പാർട്ടിയിൽ നകറ്റി നിർത്താൻ ഒറ്റയാൾ പോരാട്ടമായി മനു തോമസ് പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. 1.5 വർഷം ഒരു ചുക്കും സംഭവിക്കുന്നില്ല. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, പാർട്ടിയിൽ ഉന്നത പദവികൾ മനു തോമസ് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സുമടുത്ത് എന്താണ് ഒരു പാർട്ടി പ്രവർത്തകൻ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നടത്താവുന്ന ഏറ്റവും വലിയ പ്രതിഷേധം എന്താണ്? അംഗത്വം പുതുക്കാതിരിക്കുക. താങ്കൾ പാർട്ടി പ്രവർത്തനം ആകുമല്ലോ, അംഗത്വം പുതുക്കാതിരിക്കുക പ്രതിഷേധിച്ച് സ്വാഭാവികമെന്നോണം 3 ജില്ലാ കമ്മിറ്റികൾ പങ്കെടുക്കാതെ എന്നാൽ ബൈ ഡിഫോൾട്ട് പുറത്താണ്. അങ്ങനെ സ്വാഭാവികമെന്നോണം മിണ്ടാതെ ഒഴിഞ്ഞുമാറി വീട്ടിൽ പോയിരിക്കാൻ പോയ മനു തോമസിനെ ഈ പറയുന്ന തീരുമാനം പുറത്തേക്ക് വിട്ട് മനു തോമസ് കള്ളനാണെന്നും സാമ്പത്തിക തട്ടിപ്പുകാരനാണെന്നും നിങ്ങളുടെ സൈബർ സംഘങ്ങൾ അടിച്ചിറക്കി പടച്ചു വിട്ടു. അത് കൊള്ളും എന്ന് പറഞ്ഞാൽ അത് എന്താണ്, പാർട്ടി സ്വത്വത്തിൽ മാത്രം വിശ്വസിച്ച് 5 പൈസ കറപ്ഷൻ നടത്താതെ ജീവിച്ച ഒരു മനുഷ്യൻ ഇപ്പോൾ പൊള്ളും. അങ്ങനെ പൊള്ളിയപ്പോഴാണ് സാർ മനു തോമസ് മിണ്ടിയത്. ഒരു വലതുപക്ഷ മാധ്യമത്തിന് ഇരയിട്ട് കൊടുത്തില്ല മനു. വായിൽ കോലിട്ട് കുത്തി പറയിച്ചതാണ് പി ജയരാജൻ അടക്കം. ഹാഷ്മി, ചെയ്യേണ്ടത് എന്തായിരുന്നു എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ അംഗത്വം പുതുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം താൻ പറയുന്നത് ശരിയും സത്യവുമാണെങ്കിൽ അത് തൻ്റെ ഘടകങ്ങളിൽ വിളിച്ചു പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാതിയുടെ പകർപ്പുകൾ എത്രയാണ് അറിയുന്ന ആളെന്ന നിലയിൽ ഹാഷ്മിക്ക് തന്നെ അറിയാം. എഴുതി കൊടുത്ത പരാതി, ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി, മനു തോമസ് ജില്ലാ സെക്രട്ടറിക്ക് എഴുതി കൊടുത്ത പരാതി പുറത്തു വന്നു. ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടാവാത്ത വേദനയിൽ സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തു വന്നു. ഈ പറയുന്ന ആൾക്കെതിരെ പരാതി കൈയിരിക്കുമ്പോൾ യുവജന കമ്മീഷൻ അധ്യക്ഷനാക്കി ഈ മഹാനെ. പാർട്ടിക്കുള്ളിൽ നിന്ന് പോരാടണമെന്നോ? ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി പരിശോധിക്കാതിരിക്കില്ല പാർട്ടി പരിശോധിച്ചതിൽ അത് കടമ്പില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാവും താങ്കളുടെ ഐഡിയൽ ഒരു സ്ഥാനമില്ലെന്ന്. താങ്കളുടെ ഐഡിയൽ പാർട്ടി സങ്കല്പത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്. നല്ല കാര്യം, അങ്ങനെയാണ്. താങ്കളുടെ ഐഡിയൽ പാർട്ടി സങ്കല്പത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്. താങ്കളുടെ ഐഡിയൽ പാർട്ടി സങ്കല്പത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്. മനു തോമസിന്റെ ഒരു പ്രചരണ ജാഥയുടെ ഫീസ് ഊരിക്കളയാൻ അവിടുത്തെ ഒരു മാഫിയ സംഘത്തിന് ധൈര്യം കിട്ടിയെങ്കിൽ എങ്ങനെ കിട്ടിയെന്നാണ്? പാർട്ടിയുടെ ഒരു പിന്തുണയില്ല ധൈര്യം കിട്ടുന്ന താങ്കൾ കരുതുന്നുണ്ടോ? ഹസ്കർ, ഇപ്പോഴും എന്താണ് മിണ്ടിക്കളഞ്ഞാൽ തീർത്ത് കളയും എന്ന് ആകാശത്തിലേക്ക് പറയാൻ ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് കണ്ടില്ല അന്ന്. അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. എം വി ജയരാജൻ അന്ന് എടുത്ത നിലപാടറിയാമോ? അന്ന് ഡിവൈഎഫ്ഐയുടെ ഈ ഷാജർ എടുത്തിട്ടുള്ള നിലപാടറിയാമോ? അന്ന് ഇവർ രണ്ടുപേരും എടുത്തിട്ടുള്ള നിലപാട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണല്ലോ. അപ്പോൾ അന്ന് നിലപാടെടുത്തില്ലെന്നാണോ പറയുന്നത്? ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ കൃത്യമായ നിലപാട് അന്ന് പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ മനു തോമസ് ഉദിച്ചതാണെന്നും മനു തോമസ് തണ്ടൽ ബലം കൊണ്ടാണെന്ന് കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തെ നേർക്കുനേർന്ന് വെല്ലുവിളിക്കാൻ സമാന്തര ശക്തിയെ ഇക്കൂട്ടർ മാറി എന്ന് പൊതുജനം അറിഞ്ഞപ്പോഴാണ് നടപടി സ്വീകരിച്ചത്. അതുവരെ പൂച്ചയിരുന്നവർ ഇരുന്നു കൊടുത്ത പാർട്ടി മനു പാർട്ടികളിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഒന്നുമല്ല, ഒരിക്കലല്ല. പല സ്ഥലങ്ങളിലും യുവജന പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ലഹരി കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ സമരം നടത്താറുണ്ട്. ഒരുപക്ഷെ അന്നത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെക്കാളും കരുത്തുള്ളവരായി കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു നിമിഷം തരിച്ചു നിൽക്കേണ്ടി വരും. പക്ഷെ അടുത്ത നിമിഷം പാർട്ടി ഒറ്റക്കെട്ടായി നിരന്നു നിന്നാൽ
തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏത് കൊട്ടേഷൻ സംഘത്തിൻ്റെയും. അത് അങ്ങനെ അന്ന് അവസാനിപ്പിച്ചില്ലേ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുവ്യക്തമായി കാര്യത്തിലൊരു നിലപാട് പറഞ്ഞു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളിൽ നടക്കുന്ന കാര്യമാണോ? CPM വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണൂരിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങൾക്ക് CPM ജില്ലാ കമ്മിറ്റിക്കും അതുപോലെ DYFയുടെ ജില്ലാ കമ്മിറ്റിക്കും മേലെ പരക്കാൻ കഴിയുമോ? കഴിയില്ല. പാർട്ടി പിന്തുണ എക്സാക്ട്ലി എന്റെ പോയിന്റ് അത് തന്നെയാണ്. പാർട്ടിയുടെ പിന്തുണയില്ലാതെ അവിടുത്തെ DYFI ജില്ലാ പ്രസിഡന്റിനെ വെല്ലുവിളിക്കാൻ ഒരു സംഘത്തിനും കഴിയില്ല. ആസ്കർ, അവിടെ ഒരു സംഘത്തിനും കഴിയില്ല. അവിടെ ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതിനു മുമ്പ് ഞാൻ അങ്ങനെ എത്താം. അതിൽ മാത്രം നിൽക്കണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതിനു മുമ്പ് DYFIക്കെതിരെ പാർട്ടി പിന്തുണ കൊടുക്കുമോ? ശരി, ഞാൻ റോജി എം ജോണിലേക്ക് എത്തും ഇടവേളയ്ക്ക് ശേഷം. അല്ല, ഞാൻ പറയുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും ഇപ്പൊ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്നയാള് ഒരു കാരണവശാൽ ഇതിന് പരിഗണിക്കാൻ പറ്റാത്ത ആളുടെ പേര് അയക്കുകയാണ്. അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണോ? അപ്പൊ സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. ശ്രീ റോജി എം ജോൺ, അപ്പോൾ ആ പോലീസുകാർ കോൺഗ്രസ്സുകാരെന്തോ ആട്ടോ? ആ ജയിൽ സൂപ്രണ്ട് കോൺഗ്രസ്സുകാരനാണ്. അതെ, ഇവിടെ ഇപ്പോൾ പറയും മന്ത്രിയുടെ മറുപടി ഏതാണ്ട് അത്തരത്തിലാണ്. ഇപ്പോൾ ജയിലിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ വിവാദമൊക്കെ ഉണ്ടായതിന് ശേഷം അല്ലെങ്കിൽ ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രിയിലും KK രമയുടെ മൊഴി എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ ഇനി ആ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുക? ആരാണ് ആ പോലീസുകാർക്ക് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തത്? അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഏതോ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ അദൃശ്യ ശക്തി ആരാണ്? ഹോം സെക്രട്ടറിക്ക് മേലെയുള്ള അദൃശ്യ ശക്തിയുണ്ട്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ നമുക്ക് ഈ പ്രതികൾ എത്ര നാൾ പരോളിൽ പുറത്തുപോയി എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ പോലും നമുക്ക് ലഭ്യമാക്കുന്നില്ല. ശ്രീമതി KK രമ തന്നെ 5 മാസം മുമ്പ് കേരള നിയമസഭയിൽ ചോദ്യം എഴുതി കൊടുത്ത ചോദ്യമാണ്. ഈ പ്രതികൾക്ക് ലഭിച്ച പരോളിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ 5 മാസമായിട്ട് ഇതുവരെ ആഭ്യന്തര വകുപ്പ് നിയമസഭയിൽ ഒരു MLA ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഓരോ ആളുകൾക്കും ലഭിച്ച പരോള്, അവർക്ക് ലഭിച്ച ഇളവുകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, അപ്പോൾ ആ വിവരങ്ങൾ ഈ പ്രതികളുടെ ലഭിച്ച പരോളിൻ്റെ ദിവസം എണ്ണി തീർക്കാനായിട്ട് ഇതുവരെ ജയിൽ വകുപ്പിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനോ സാധിച്ചിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഈ പ്രതികൾക്ക് മറ്റാർക്കുമില്ലാത്ത സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പുമൊക്കെ. അവർക്കിഷ്ടമുള്ള ഭക്ഷണം, അവർക്കിഷ്ടമുള്ള മയക്കുമരുന്ന്, അവർക്കിഷ്ടമുള്ള മദ്യം, അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ. ഞാനിപ്പോൾ ചാനലിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചിലത് പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഈ പ്രതികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുവാനായിട്ട് ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ സംഘത്തിന് ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും ഒക്കെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പ്രമാദമായിട്ടുള്ള കേസിൽ, അതായത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച, പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇത്രയേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് ഒരു ഭരണ സംവിധാനം തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ആരുടെയാണ്? ഇവിടെ ശ്രീ MP രാജേഷ് എന്ന് പറഞ്ഞു, അതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുക. ആരാണ് പ്രവർത്തിക്കുന്ന ആ ഗൂഢാലോചന ആരാണ് നടത്തുന്നത്? അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷമാണോ ഈ സൗകര്യമൊക്കെ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇങ്ങനെ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു തയ്യാറെടുപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇവിടെ ശ്രീ ഹസ്കർ സൂചിപ്പിച്ച മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഹൈക്കോടതിയുടെ ഫെബ്രുവരി 2024 വിധി ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങിയേനെ. കാരണം ഹൈക്കോടതി 20 വർഷത്തേക്ക് ഇവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി രണ്ടാമത് വിധി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അവരുടെ പ്രതികളുടെ, അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ മൊഴിയെടുക്കുന്നു, ഇരകളായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നു, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഈ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നത് ഇന്നും ഇന്നലെയൊന്നുമല്ല. അല്ലെങ്കിൽ ഈ പ്രിസൺ ആക്ടിൽ ഭേദഗതി വരുത്തിയത് ഈ പറയുന്ന ഹൈക്കോടതി വിധിക്ക് മുമ്പാണ്. 2018 ഉത്തരവിൽ 2022 ഭേദഗതി വരുത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രതികളെ ഒരു ദിവസം മുമ്പേ എങ്കിൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പേ എങ്കിലും പുറത്തിറക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു സംഘം, അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യപ്പെട്ട ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോഴാണ് ഈ ഹൈക്കോടതിയുടെ വിധി ഇവർക്ക് ഇരട്ട ജീവപര്യന്തവും 20 വർഷത്തേക്ക് ഇവർക്ക് ഇളവുകൾ കൊടുക്കാൻ പാടില്ല എന്നുമുള്ള ഒരു വിധി ഇടുത്തി പോലെ ഇവരുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇവരെ പുറത്തിറക്കാൻ സാധിക്കാതെ നിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഇവരെ ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം അത് CPM ഭാഗത്ത് നിന്ന് വളരെ ബോധപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആകാശ് തില്ലങ്കേരിയുടെ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. ആകാശ് തില്ലങ്കേരി മീശ പിരിച്ചാൽ ഇന്ന് CPM-ലെ പല ആളുകൾക്കും മുട്ടിടിക്കും. അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ആകാശ് തില്ലങ്കേരി വെല്ലുവിളിക്കുകയാണ്. ആകാശ് തില്ലങ്കേരി ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുകയാണ്. എനിക്ക് പലതും പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ പലതും പറഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കും, പല സ്ഫോടനം ഉണ്ടാകും എന്ന് ആകാശ് തില്ലങ്കേരി പറയുമ്പോൾ CPM-ലെ ഉന്നതരായിട്ടുള്ള പലർക്കും മുട്ടിടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ ഹസ്കർ പറഞ്ഞു, ശ്രീ മനു തോമസ് പറഞ്ഞ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് പരസ്യമായിട്ടൊരു കത്തെഴുതി പറയാമോ? ഈ കാര്യങ്ങൾ ചെയ്തതെല്ലാം ശരിയല്ല, പാർട്ടിക്ക് ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറയാൻ തയ്യാറാകുമോ? അപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, കണ്ണൂരിലെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, ഞാനൊക്കെ കണ്ണൂരിൽ ജനിച്ചു വന്നിട്ടുള്ള ആളാണ്. നമുക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന എന്താണ്, അവിടെ പാർട്ടി ഓരോ വിഷയങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത്, എതിർ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ, എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്, ഇതൊക്കെ ഞങ്ങളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഇന്നവിടുത്തെ പാർട്ടി എന്ന് പറയുന്നത്. ക്ഷമിക്കണം ശ്രീ ഭാസ്കർ, ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി MP രാജേഷ് പറഞ്ഞ മറുപടിയിൽ പറയുന്ന അന്വേഷിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്: ശിക്ഷാളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഇക്കാര്യത്തിൽ ജയിൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിസ്തീകരണം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ കത്തങ്ങനെ പുറത്തു വന്നു എന്ന് ഗൗരവമായി പരിശോധിക്കും, അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതല്ലാതെ ആ ജയിൽ സൂപ്രണ്ട് സസ്പെൻഡ് ചെയ്തതിലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. എങ്ങനെ അന്ന് തിരുവനന്തപുരത്ത് മദ്യനയ കേസിലേതുപോലെയാണ് ഹാഷ്മി, മദ്യനയ കേസിലേതുപോലെയാണ് അവിടെ അന്വേഷണം നടക്കുന്നത്. ആ കത്തെങ്ങനെ പുറത്തു വന്നുള്ളതിന്റെ അന്വേഷണമാണ് മദ്യനയ കേസ് നടക്കുന്നത്. ഹസ്കർ, അല്ലാതെ ഒരു അന്വേഷണം നടക്കില്ല. എങ്ങനെയാണ് അവിടെ തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ കണ്ട ആ മെമ്മറി കാർഡ് അന്തരീക്ഷത്തിൽ ആവിയായി പോയത് ഇപ്പോഴും പോലീസ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ, വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് അടിച്ച് ഇറക്കിയത് ആരാണെന്ന് കണ്ടെത്താനാവാതെ പോലീസ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ ഒരു അന്വേഷണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഹസ്കർ, എഴുതി വെച്ചോ വേണമെങ്കിൽ. ഇത് ഹാഷ്മി, ഇതൊരു പബ്ലിക് ഡോക്യുമെന്റിന്റെ ഇഷ്യൂസ് ആണ്. സ്വാഭാവികമായി അത് അന്വേഷിച്ചാൽ വളരെ കൃത്യമായിട്ട് കണ്ടെത്തും. അത് കണ്ടെത്തുക തന്നെ. മാത്രമല്ല, ഇപ്പോൾ പ്രിസൺസ് ആക്ട് ഒക്കെ അമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. 2022 ശ്രീ റോഷി അടക്കം നിയമസഭയിൽ ഉണ്ടായിരുന്നല്ലോ, സഖാവ് KK രമ ഉണ്ടായിരുന്നല്ലോ. ഇവരാരും അറിഞ്ഞില്ലേ ആക്ട് അമെൻഡ് ചെയ്യുന്ന വിവരം? അവരൊക്കെ ചർച്ച ചെയ്യാനല്ലേ ഈ നിയമസഭയിൽ പോകുന്നത്? ഈ നിയമങ്ങളൊക്കെ വരുമ്പോൾ പഠിക്കണ്ടേ? പഠിച്ച കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ നിയമസഭയിൽ അത് അവതരിപ്പിക്കണ്ടേ? ആരും അറിയാതെ സർക്കാർ ഉത്തരവിറക്കുന്നേ. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കോടതി ചലഞ്ച് ചെയ്യാന്നേ. നോട്ടിഫിക്കേഷൻ കോടതി അല്ല, അത് ചലഞ്ച് ചെയ്യാന്നേ. ചലഞ്ചബിൾ അല്ലേ? നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ നിയമമല്ലേ? ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നോട്ടിഫിക്കേഷനിൽ ആരും അറിയാതെ ജിയോ ഗവൺമെന്റ് ഉത്തരവിറക്കി. വേറെ അത് ജനാധിപത്യമല്ലല്ലോ. നിയമസഭ കൊടുംകുറ്റവാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പുറത്തേക്ക് ഉണ്ടാക്കിയ വകുപ്പുണ്ടാക്കിയതാണ്. അപ്പോഴത്തേക്കാണല്ലോ ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഞങ്ങളത് ചോദ്യം ചെയ്യും. അല്ല, അത് ചെയ്യണമെന്നേ. അതല്ലേ വേണ്ടത്. ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണിത്. സ്വാഭാവികമായും ജിയോ വരുമ്പോൾ ആ ജിയോയുടെ കാലാവധിക്ക് മുമ്പേ നിങ്ങൾക്ക് അത് ഹൈക്കോടതി മുമ്പാകെ ചലഞ്ച് ചെയ്യാവുന്ന കാര്യമുള്ളായിരുന്നു. അത് ചലഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത്തരം ഒരു നടപടി ഉണ്ടായില്ല. നിങ്ങളെല്ലാം ഇത്തരം ജിയോ വരുമ്പോൾ മിണ്ടാതിരുന്നിട്ടും നോക്കാതിരുന്നിട്ടും ഗവൺമെന്റ് അത് ഇതിനു വേണ്ടിയാണ് പ്രതിപക്ഷം കോടതിയിലേക്ക് പോലെ തെറ്റ്. പക്ഷെ അങ്ങനെ ജിയോ വന്നോ? ആർക്ക് വേണ്ടിയാണ് ജിയോ വന്നത്? പ്രതിപക്ഷത്ത് ക്രിയാത്മകമായി ഇടപെടണമെന്നേ. ശരി, വേണ്ടിയിട്ടാണ് ഈ ജിയോ. ഇതിന്റെ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഇത് പുറത്തു വന്നു കഴിയുമ്പോഴല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ഇന്നിപ്പോ CPM പ്രതിനിധി ചർച്ചയിൽ വേണമായിരുന്നു ഉറപ്പായ ഔദ്യോഗിക പ്രതിനിധി എം വിജിൻ MLA വിളിക്കാൻ AK സെന്ററിൽ നിന്ന് പറഞ്ഞിരുന്നു. പലയാവർത്തി എം വിജിൻ MLA വിളിച്ച് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നിയമസഭയിൽ പോയി കാണൂ എന്ന് AK സെന്ററിൽ പറഞ്ഞത് പ്രകാരം നിയമസഭയിൽ മുന്നിൽ പോയി അവിടെ കാത്തു നിന്നപ്പോഴേക്കും ഒരു സെക്യൂരിറ്റി പറഞ്ഞു ആരെയോ കാണാൻ വേണ്ടി എം വിജിൻ MLA എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞു. പിന്നെ ഫോൺ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് CPM ഔദ്യോഗിക പ്രതിനിധി ചർച്ചയിൽ ഉണ്ടാവാതിരുന്നത്. മനു തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കും ഇങ്ങനെയാണ്: കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല. അതുകൊണ്ട് തെല്ലും ഭയവുമില്ല വ്യാജ സൈന്യങ്ങളെ എന്നാണ്. മനു തോമസ് ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി വാർത്താമഴ സുജയകുമാർ ചേരും.